ബെസ്റ്റ് ഒരു ചോദ്യം കൂടെ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഭാവം അല്ലെങ്കിൽ ഉദ്ദേശശക്തി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. അതായത് ഇപ്പൊ നേരത്തെ നാമം ചൊല്ലുന്ന കാര്യം ശ്ലോകങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ ചിലപ്പോൾ അത് ആ ഇനത്തിലും അല്ലെങ്കിൽ ശ്രുതിയിലും ചൊല്ലാൻ അറിയാത്ത ഒരാള് പക്ഷെ പൂർണ്ണമായിട്ടും അർപ്പണബോധത്തോടുകൂടി ചെയ്യുമ്പോൾ ആ ഭാവം എന്ന് പറയുന്നത് അർപ്പണബോധമാണല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു ഫലം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതേ താളത്തില് അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം, അതിനാണോ പ്രാധാന്യം എൻ്റെ നിത്യശ്ലോകം എന്നുള്ള പുസ്തകത്തില് ഒരു ശ്ലോകം എന്നുള്ളത് ക്ഷമാപണ ശ്ലോകം എന്ന് പറഞ്ഞൊരു ശ്ലോകം ഉണ്ട്. എല്ലാ പൂജാരിമാരും എല്ലാ പൂജകളും ചെയ്യുമ്പോൾ ഏറ്റവും നല്ല പഠിപ്പിക്കുന്ന മാഷ് പഠിപ്പിക്കുന്നത് അതേ രൂപത്തിൽ ജൂനിയർ മാഷ് പഠിപ്പിക്കണമെന്നില്ലല്ലോ. ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ചെയ്യുന്ന പോലെ ചെറിയ ഡോക്ടർ ചെയ്യണമെന്നില്ലല്ലോ. ഒരു പ്രധാന പൂജാരി ചെയ്യുന്നത് പോലെ സാധാരണ പഠിച്ചു വരുന്ന പൂജാരി ചെയ്യണമെന്നില്ലല്ലോ. ഇനി എത്ര പ്രഗത്ഭനായാലും അയാൾ എന്തു ചെയ്യുമ്പോഴായാലും അയാൾക്ക് വേറെ എന്തെങ്കിലും ചിന്തകൾ വരാൻ പറ്റില്ല, നമുക്കറിയും. ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. അതൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാ പൂജാരിയും അവസാനം ചൊല്ലുന്ന ഒരു മന്ത്രമാണ് ക്ഷമാപന മന്ത്രം. എന്താണ് ക്ഷമാപണം? ഭക്തിഹീനം ക്രിയാഹീനം. ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തു പോയാലോ, ഞാൻ ചൊല്ലുന്നതിൽ ഭക്തിയില്ലാതെ പോയാലോ, പരിപൂർണം തതസ്തുതേ, എല്ലാം ഭഗവാൻ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണെന്ന് ധരിച്ചോളണം. ഇതൊന്നും എൻ്റെ കുറ്റമല്ലാതെ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതൊക്കെ ആരാ? മനസ്സിലാവുണ്ടോ? ഭഗവാനാണ്. അപ്പോൾ എല്ലാത്തിനും ക്ഷമ തരാൻ പറ്റുന്ന ആളാണ് ഭഗവാനെന്ന്. ഇതാണ്, അങ്ങനെ ഒരു ശരിയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇത് വളരെ നാച്ചുറലാണ്. ഇനി ഇത് വളരെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. റിച്വലിസ്റ്റിക് അല്ലാത്തൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം തീർത്ഥയും ഹസ്ബൻഡും മാരേജ് കഴിഞ്ഞ ഉടനെ ഹൈദരാബാദിൽ വരാൻ തീരുമാനിച്ചു. പഴയ കഥയാണ്, ഇപ്പോഴല്ല. ഓക്കെ, തീരുമാനിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് തീർത്ഥയുടെ ഹസ്ബൻഡിനെ പരിചയമുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. തീർത്ഥ എനിക്ക് പരിചയമില്ല. അപ്പം ഞാൻ പറയും, തീർത്ഥ ഒരു ഹസ്ബൻഡിനോട് പറയാണ്, വന്നാൽ ഹൈദരാബാദിൽ എൻ്റെ വീട്ടിൽ താമസിച്ചാൽ മതി. ഞാൻ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. തീർത്ഥക്കാണെങ്കിൽ ഈ ഹസ്ബൻഡിൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഹോട്ടലിൽ താമസിക്കാൻ വേണ്ടിയിട്ട് ഹൈദരാബാദ് സെലക്ട് ചെയ്തു. നമ്മൾ ചെയ്യുന്നത് വളരെ ജെന്യൂനായിട്ട് സ്നേഹത്തോടു കൂടി ചെയ്യുന്നതാണ്, ആണോ അല്ലയോ? പക്ഷെ അതിൻ്റെ ഫലം എന്തായി? നേരെ ഓപ്പോസിറ്റ് ആവും. ഇപ്പം നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ ധാരണയാണ് ഇതാണ് നല്ലത് എന്ന്. ആ ധാരണയിലാണ് നമ്മൾ പലതും ചെയ്യുന്നത്. അത് അതുപോലെ ഫലിക്കണമെന്നൊന്നുമില്ല, എപ്പോഴും അങ്ങനെയാവും. കാരണം ഒരു വ്യക്തിയെ അതേപോലെ നിങ്ങളും ചിന്തിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും ഒരേപോലെ ചിന്തിക്കണമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള, എൻ്റെ ഗുരു പറയാറുണ്ട്, ഈ വീണയിലൊക്കെ വ്യത്യസ്തമായ ശ്രുതി വരുത്തുന്ന കമ്പികളാണല്ലോ സരിഗമപതനിസയൊക്കെ വരുത്താം, അല്ലേ? എല്ലാ കമ്പി ഒരേപോലെ സൗണ്ട് ഉണ്ടാക്കിയാലോ മ്യൂസിക് ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഫ്ലൂട്ടിലുള്ള എല്ലാ ഹോളുകളും ഒരേ സൗണ്ട് വന്നാൽ അത് കേൾക്കാൻ വല്ല സുഖം ഉണ്ടാവുമോ? ഇല്ല. ഇങ്ങനെ വ്യത്യസ്തമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് ജീവിതം സുഖമാവുക എന്ന് പറയാറുണ്ട്. അത് പക്ഷെ നമ്മൾ ആസ്വദിക്കാൻ തയ്യാറാവണം. ഇതൊക്കെ കേൾക്കാനുള്ള മനസ്സുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഫലം, അതുകൊണ്ടാണ് പറയുന്നത് ചെയ്യാനുള്ളത് ചെയ്യുക, ഫലത്തെക്കുറിച്ച് ആലോചിക്കരുത്. ഇത് ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴോ ആലോചിക്കുമ്പോഴോ അല്ലേ ഇതുള്ളൂ. എനിക്കൊന്നും അങ്ങനെ ഒരു ചിന്തയുണ്ടായിട്ടില്ല. കാരണം ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ചെല്ലുന്ന സമയത്ത് പലരും പറയാറുണ്ട് തെറ്റിച്ചൊല്ലരുത്. അപ്പം ഞാൻ അയാളോട് ചോദിക്കും, നിങ്ങൾ പഠിക്കുമ്പോഴേ ഇത് പെർഫെക്റ്റ് ആയിട്ടാണോ ചൊല്ലുന്നത്? അയാൾ പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ ഇത് പറയുന്നത്, ആണോ അല്ലയോ? ഇപ്പം നാമം ചൊല്ലുന്ന സമയത്ത് തെറ്റായിട്ട് ചൊല്ലരുത്. ഇതെല്ലാം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള വാക്കുകളാണ്. ഇപ്പം എങ്ങനെയാണ് പഠിക്കുന്ന ഒരു കുട്ടിക്ക്? അപ്പോൾ പഠിക്കാൻ പറ്റില്ലല്ലോ. പഠിക്കുന്ന സമയത്ത് തെറ്റിപ്പോവില്ലേ? ഇനി നമ്മൾ ചൊല്ലുന്നതാണ് പെർഫെക്റ്റ് എന്ന് നമ്മൾ പറയുന്നു. നോർത്ത് ഇന്ത്യയെ പോയിട്ട് ചെല്ലുമ്പോഴോ ഓം ബുർഭുവസ്വഹ നോർത്ത് ഇന്ത്യൻസ് ചെല്ലുന്നു കേട്ടാട്ടെ, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. മനസ്സിലാവുന്നില്ല നമുക്ക്. ഓരോരാളുടെയും സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്താണെന്നുള്ളൊരു ഭാവവും ചിന്തയും ഒന്നും പാടില്ല. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഭക്തിയാണ്. ആ ഭക്തി ഉണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല. മനസ്സിലായോ? അത് ഏത് ഭാവത്തിലാണ് എന്നുള്ളതാണ് പ്രാധാന്യം. അതും പലതരത്തിലുള്ളവരെന്നെ കാണാൻ വരുന്നുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. ഓക്കെ, ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി.
ആർത്തോ ദുഃഖമുള്ളവർ, ജിജ്ഞാസു അറിയാൻ വേണ്ടിയിട്ട് വരുന്നവർ, അർത്ഥാർത്ഥി എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വരുന്നവർ, ഇനി ജ്ഞാനി എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ളവർ, ഇവരൊക്കെ വരുന്നവരുടെ എൻ്റെ അടുത്ത് ഞാൻ എല്ലാവരെയും എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇതൊക്കെ ഭഗവാൻ അറിയാമെന്നുള്ള വിശ്വാസം ഇത്രയും വേണ്ട. ഡോണ്ട് വറി. ഇപ്പം ഒരു കാര്യത്തില് അത് ഈ പറഞ്ഞ പോലെ ശ്ലോകങ്ങളൊക്കെ ചെല്ലുമ്പോ തെറ്റരുത് തെറ്റരുത് എന്ന് പറയുമ്പോ നമുക്കത് പാടി തുടങ്ങാൻ തന്നെ പേടിയാ. കാരണം പലയിടത്തും അങ്ങനെ കേൾക്കുമ്പോ അപ്പൊ പിന്നെ ഞാനീ പറഞ്ഞ പോലെ ഈയിടെ പറഞ്ഞ പോലെ ലക്ഷ്മി ദേവി സഹസ്രനാമം ചൊല്ലി തുടങ്ങിയപ്പോ ഞാൻ വെച്ചു അങ്ങനെ ആലോചിച്ചാൽ പിന്നെ പഠിക്കാനേ പറ്റൂല. ഈ പറഞ്ഞ പോലെ കുട്ടികളെ ABCD പഠിക്കുമ്പോ വേർഡ്സ് പഠിക്കുമ്പോൾ തെറ്റിച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണല്ലോ പഠിക്കുക. തെറ്റിയാലും സാരമില്ല, അമ്മ ക്ഷമിച്ചോളൂ എന്നുള്ള ഒരു മനസ്സ് തുടങ്ങിയിട്ട് അത് തുടങ്ങാ ചെയ്തേ. ആക്ച്വലി പഠിച്ചു തുടങ്ങണം എന്ന് വിചാരിച്ചപ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് പല കാര്യങ്ങളും നല്ല മനസ്സോടെ ആയിരിക്കും ചെയ്യുന്നത്. എസ്പെഷ്യലി ഇപ്പൊ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ നമ്മള് ഒരുപാട് സമയം നമ്മൾ സെലക്ട് ചെയ്യും. ചിലപ്പോൾ നമുക്ക് അറിയുന്നില്ല. ഇപ്പൊ തീർത്ഥ ഞാൻ ഇതിൽ കണ്ടിട്ടുള്ളൂ. എനിക്കിപ്പോ തീർത്ഥക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, TPG ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മള് ഭയങ്കരമായ സമയം ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടൊക്കെ. കാരണം നമുക്ക് അറിയില്ല, ടേസ്റ്റ് അറിയില്ല. ഒന്നാമത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു പരിചയമുള്ളൂ. പക്ഷെ നമ്മൾ ഒരുപാട് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് കൊണ്ടു കൊടുക്കും. ചിലപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായിട്ടേ ഉണ്ടാവില്ല, നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമായിരിക്കും. പക്ഷെ തന്നതല്ലേ വെച്ച് വാങ്ങിച്ചു വെക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മളെ പൂർണ്ണ മനസ്സോടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളത് പൂർണ്ണ മനസ്സോടെ ചെയ്യാം അല്ലേ? അതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുഡ് ഇനഫ്. ടാറ്റ ബൈ ബൈ. 4:30. സന്തോഷം. കുറെ കാണാത്ത മുഖങ്ങളും കണ്ടവരൊക്കെ ഇടയ്ക്ക് കാണാനൊക്കെ പറ്റും. ബിന്ദു അമ്മയൊക്കെ ഉണ്ടായിരുന്നു അവിടെ, എന്നിട്ടാണ് മിണ്ടാണ്ടിരിക്കണം, മോൻ കാണിക്കാണ്ടിരിക്കണം. ബിന്ദു ഒക്കെ കുറെ സത്സംഗം നടത്തുന്ന ആളാ ദുബായില്. എന്റെ വലിയ പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കാലത്ത് തന്നെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ ഉപേക്ഷിച്ചു. ബിന്ദുവാണ് ഞാൻ ലക്ഷ്മിയുടെ കൂടെ, ലക്ഷ്മി കാനാത്തിന്റെ കൂടെ വരാനൊക്കെ കാരണക്കാരി കേട്ടോ. ബിന്ദു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഞാൻ ലക്ഷ്മിയെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ലക്ഷ്മിയുടെ കൂടെ വരുന്നത്. ഇതിനൊക്കെ കാരണം ഈ ഇരിക്കുന്ന ബിന്ദു കുട്ടിയാണ്. ഇങ്ങനെ പറയാതെ കേട്ടാ, ഇതൊരു നിമിത്താണ്, ഇതെല്ലാം ഒരു ചേലല്ല. ലക്ഷ്മി ഞാൻ എക്കണോമിക് ഫോറത്തില് ഞങ്ങൾ ഒന്നിച്ചുണ്ടായതാ. അങ്ങനെ കുറെ ചെറിയ ചെറിയ കണക്ഷൻസ് ആണ് എന്നെ ബിന്ദുവിന്റെ ഒക്കെ അടുത്ത് എത്തിക്കുന്നതൊക്കെ കുറേ കാലം മുമ്പ്. ഷരഫൊക്കെ എൻ്റെ കംപ്ലീറ്റ് വീട്ടിലെ മാരേജിന്റെ കംപ്ലീറ്റ് പരിപാടികൾ ചെയ്തിട്ടുള്ള ഷരഫാണ്. ഞാൻ ഒന്നും ചെയ്യാൻ അതിനായിട്ട് ദോഹയിൽ നിന്ന് ജോലിയൊക്കെ വിട്ടിട്ട് 3 മാസം വന്ന് താമസിച്ചിട്ടുള്ള ആളാണ്. കംപ്ലീറ്റ് കാര്യങ്ങൾ ദോഹയിലാണ് ഷരഫ്. ഇപ്പൊ സൗദി അറേബ്യയിലാണ്, അന്ന് ദോഹയിലായിരുന്നു. ഞാൻ വരും ഒരു ദിനം, ഇത്രയൊക്കെ പറയാൻ പറ്റും. ഞാൻ ഫെബ്രുവരി എന്തായാലും വരണം. ദുബായിലേക്ക് വരുന്നത്? ഞാൻ ദുബായിൽ അതിനു മുമ്പ് വന്നിരുന്നല്ലോ, കഴിഞ്ഞ മാസം വന്നു. വിളിച്ചാ വരും. ആരാണോ വിളിക്കുന്നത് അവിടത്തേക്ക് എത്തുന്ന ഒരാളല്ലേ ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാനില്ലായിരുന്നല്ലോ. പിന്നെ ഏട്ടൻ എപ്പോഴാ വരുന്നത് പറയുന്നത്? വരാം എന്താ എന്തെങ്കിലൊക്കെ ഉണ്ടാവും കാരണം. കവിത സന്തോഷം. കുറെ കാലത്തിന് ശേഷം. ഗുഡ്. ഓക്കെ. കവിതയൊക്കെ ഞാൻ ബികോം പഠിപ്പിച്ചതാ 2010. ഗുഡ്. ഗോയിങ് ഗുഡ്. താങ്ക് യു. ശ്രീലേഖ. നന്ദകുമാർ. ബൈ. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ വളരെ കാലത്തിന് ശേഷമാണ് സാറ് വന്നത്. അതെ. പക്ഷെ എനിക്ക് എല്ലാം യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഇന്ന് ഞാൻ എൻട്രി ചെയ്തത്. ഇന്നല്ലേ സമയം കിട്ടിയുള്ളൂ. താങ്ക് യു. ബൈ ബൈ. ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലിങ്ങനെ വരുന്നുണ്ട്. കുറച്ചൊക്കെ ഇങ്ങനെ ചോദിക്കാനും കുറച്ചൊക്കെ ഉത്തരങ്ങളും. അല്ല, എപ്പോഴെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടും ജിമീറ്റിനെ വിളിച്ചാൽ അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
എപ്പോഴെങ്കിലും ജിമീറ്റിന് ഡിസ്കസ് ചെയ്യണം തോന്നുമ്പോൾ ഒരു ജിമീറ്റിന് വിളിച്ചു കഴിഞ്ഞാൽ വി വിൽ ഡിസ്കസ്. നോ പ്രോബ്ലം. അശ്വിനെ ഞാൻ കണക്ട് ചെയ്ത് തന്ന അയാളുമായിട്ട് കോൺടാക്ട് ചെയ്തില്ലേ? അശ്വിൻ ജർമ്മനിയിലാണ്. അയാൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഹി ഹാസ് ഗോട്ട് ഗുഡ് കോൺടാക്ട്സ്. ഓക്കെ, അശ്വിന്റെ ചാറ്റൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അയാൾ. കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെയ്യണം. കീപ് ദ കോൺടാക്ട്സ്, അതാണ് ഏറ്റവും അത്യാവശ്യം. പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ പലതും ശരിയാണോ പൂർണ്ണത ഒന്നും നോക്കണ്ട. കീപ് ഡൂയിങ് ആക്റ്റീവ്. ഫലം എന്തെങ്കിലുമൊക്കെ കിട്ടും. ജസ്റ്റ് കീപ് ഡൂയിങ് തിങ്സ്, അതാണ് വേണ്ടത്. ചെയ്യുന്നുണ്ട്, ഞാൻ പല കാര്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എവിടെയും എനിക്ക് അങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റുന്നില്ല. പലതും മനസ്സിലാവുന്നുണ്ട് പറയുമ്പോഴായാലും, പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട് അറ്റ് ദി സെയിം ടൈം. പക്ഷെ പലപ്പോഴും സംശയങ്ങളാണ്, ശരിയാണോ കറക്റ്റ് ആണോ ഒന്നും നോക്കണ്ട. പണി ചെയ്യാ, എവിടെയെങ്കിലൊക്കെ പോവാ. എന്നല്ലെങ്കിൽ പുറത്ത് ജീവിക്കല്ലേ. പ്രോജക്റ്റ് ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം, കണക്ട് ചെയ്യാം. ഓക്കെ.